വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് രാവിലത്തെ കുറേ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഏകദേശം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എണീറ്റിട്ട് മോൻക്ക് മദ്രസ പോകേണ്ട ദിവസമാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നേരത്തെ എണീക്കും കേട്ടോ. അവനക്കുള്ള ആ ഒരു രാവിലത്തെ ചായക്കടിയും ഒക്കെ റെഡിയാക്കി കിട്ടണം. പിന്നെ ചെറിക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡും റെഡിയാക്കണം കേട്ടോ. അങ്ങനെ ഇതാ രാവിലെ നേരം വെളുക്കുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ നേരം വെളുക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അറിയും. കാരണം എന്താ വെച്ചാൽ കിളികളെ സൗണ്ടും ഒക്കെ കൂടി ആയിട്ട് അടുത്തിൻ്റെ വക്കത്തായതുകൊണ്ട് മഴക്കാലമൊക്കെ ആകുമ്പം തവളകളെ സൗണ്ടൊക്കെ നന്നായിട്ട് കേൾക്കട്ടോ രാവിലെ എണീക്കുന്ന സമയത്തൊക്കെ. അല്ലാത്തപ്പം രാത്രി ആയാലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ തലേന്ന് ഞാൻ ഓട്ടട ഉണ്ടാക്കാനുള്ള അരിയൊക്കെ വെള്ളത്തിൽ ഇട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുതിർന്ന് വന്നപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കഴുകി എടുക്കുകയാണ് കേട്ടോ. ഈ ഒരു റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ അരിയിലില്ലേ, മുകളിൽ ഇങ്ങനെ ചോറും വറ്റു പോലെ ഉള്ള അരികളുണ്ട് കേട്ടോ. അതുപോലത്തെ അരിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഊറ്റിയെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ അത് ആ സംഭവം ഒരു പശ പോലത്തെ ഒരു അരിയാണ് കേട്ടോ. അത് നമ്മൾ ഒഴിവാക്കും കേട്ടോ. അത് നമ്മളിങ്ങനെ കേൾക്കുന്ന സമയത്ത് തന്നെ മുകളിൽ പൊന്തി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒഴിവാക്കുന്നതാണ്. അത് എൻ്റെ വീഡിയോയിൽ കഴിഞ്ഞ മുന്നേ കുറേ മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ അരിയൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് ആരോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം ഇതാണ്. അത് ഞാനൊന്നും കൂടി വ്യക്തമാക്കുക എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കേക്കിയിട്ട് അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തോന അരി വെള്ളത്തിലിട്ടത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് കുറച്ചും കൂടി അരി അതിലേക്ക് ഇട്ടിട്ട് വെള്ളപ്പത്തിനുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അരി വെള്ളത്തിൽ കുതിർത്താൻ വെക്കും കേട്ടോ. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അതിനിടയിൽ ചായക്കുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇതാ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. പെട്ടെന്ന് തന്നെ ചായ കാച്ചിയെടുത്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മോൻക്ക് വെക്കണേ. അപ്പോഴേക്ക് ഇതാ നമ്മൾ മിക്സിയുടെ ജാറിൽ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടടൻ്റെ ആ ഒരു മാവിൻ്റെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതാ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓവറായിട്ട് കട്ടിയും ആവരുത്, അതേപോലെ ഓവറായിട്ട് ലൂസും ആവരുത് കേട്ടോ. ആ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ തേങ്ങ ഇട്ട ഒട്ടട ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അതാണ് പിന്നെ ഒന്നാമത് നമ്മളത് റെഡിയാക്കാത്തത്. ഉപ്പ് ചേർത്ത് കൊടുത്ത പാടെ തന്നെ കുറച്ചും കൂടിയും ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഓട്ടട അടുപ്പിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗം അടുപ്പൊക്കെ ഒന്ന് തീയൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ മൺചട്ടി ഉണ്ടല്ലോ, ഓട്ടടച്ചട്ടി, അത് നന്നായിട്ട് കേകിയിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോ ബാറ്ററായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഇപ്പോൾ നോമ്പിനൊന്നും നമ്മൾ ഒരു പ്രാവശ്യം അങ്ങനെ ഓട്ടട ചുട്ടിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓട്ടട ചുട്ടിട്ടില്ല. അപ്പോൾ കുറേ ദിവസമായിട്ടോ. അതുകൊണ്ട് തന്നെ ഓട്ടട എത്രത്തോളം റെഡിയായി കിട്ടുന്നു എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഇതാ ഒരു കുമിള പോലെ ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് അടിച്ചു വെക്കുക. അങ്ങനെ ഇതാ ആദ്യത്തെ ബാറ്ററി വെന്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെന്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അടിയിൽ നിന്ന് കിട്ടാൻ കുറച്ചൊരു താമസവും പ്രയാസമൊക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ വിട്ടുകൊടുക്കില്ലല്ലോ, നമ്മൾ നന്നായിട്ട് കുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇതാ ഇതേപോലെ ഒട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചിലപ്പോൾ നമ്മൾ ഓട്ടട ചുടുന്ന സമയത്ത് ആദ്യത്തെ ബാറ്ററിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ തീ നന്നായിട്ട് കത്തിച്ചിട്ട് പിന്നെ ചട്ടിയിലുള്ളതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് തീയൊന്ന് കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് തുണി ഉപയോഗിച്ചിട്ട് ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം അടുത്ത ബാറ്ററി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അടിയിൽ പിടിച്ചെന്ന് വിചാരിച്ചിട്ട് ഓട്ടോയുടെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അടിയിൽ നിന്ന് കിട്ടാത്ത ഒരു പ്രശ്നമുള്ളൂ. അങ്ങനെ എന്താ രാവിലത്തെ ആ ഒരു കാലിച്ചായയും കാര്യങ്ങളൊക്കെ കുടിക്കുകയാണ് കേട്ടോ. നോമ്പ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു രാവിലത്തെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഇടുങ്ങാറാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞാലൊക്കെ റെഡി ആവും കേട്ടോ. ഇത് ഞാൻ കുറേ നോമ്പ് കഴിഞ്ഞ് ഉടനെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ടാണ് കുറച്ച് വൈകിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ ഞാൻ മമ്പയറിൻ്റെ ഉപ്പേരി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ചോറ് ബാക്കി വന്നത് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്തു കേട്ടോ. അതൊക്കെ ഒന്ന് തിളപ്പിച്ച് ഊറ്റലും ചൂടാക്കലൊക്കെ കഴിഞ്ഞ് കൗണ്ടർ ടോപ്പും നമ്മുടെ സിങ്കിൻ്റെ ഏരിയയൊക്കെ ഒന്ന് നന്നാക്കി ഇട്ടിട്ടാണ് കേട്ടോ പിന്നെ ഡൈനിങ് ഹാളിലേക്ക് പോന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇവിടെ ഡൈനിങ് ഹാളിലാണ് കേട്ടോ കിടക്കാറുള്ളത്. പായും ബ്ലാങ്കറ്റും ഒക്കെ വിരിച്ചിട്ട്
അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. ലാസ്റ്റ് ഇതാ ഒരു ബെഡ്റൂം ഒന്ന് വിരിച്ചിട്ടു കേട്ടോ. മറ്റേ ബെഡ്റൂമിൽ ഇപ്പോൾ ഇടയ്ക്ക് മഴ ചോരുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ചെറിയ ചോർച്ച ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബെഡൊക്കെ ഒന്ന് പൊന്തിച്ച് വെച്ചതാണ്. അതുകൊണ്ട് പിന്നെ അവിടെ വിരിച്ചിടാനൊന്നുമില്ല, അടിച്ചാരി പോന്നാൽ മതി. പിന്നെ ഇതാ ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരാഴ്ച ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോഴുള്ള അവസ്ഥയാണ് ഇത്. നന്നായിട്ട് ചെതൽ കയറി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെതൽ മൊത്തം ഒന്ന് തട്ടിയതിന് ശേഷം രാത്രി മോനിക്ക് ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൻ്റെ ബുക്കും സ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ടേബിളിൽ നിന്ന് മാറ്റിയിട്ട് വേഗം ഞാൻ ആ ഒരു ചെതലൊക്കെ ചൂല് വെച്ചിട്ട് തന്നെ അടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ചൂല് വെച്ച് അടിച്ച് നിൽക്കിയാൽ പെട്ടെന്ന് പോവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ എന്തായാലും ടേബിൾ തുടച്ചെടുക്കുമല്ലോ, അപ്പോൾ പിന്നെ ആ വൃത്തി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ ഡൈനിങ് ഹാളിൽ ഒരുപാട് കച്ചറയും കലമ്പലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചുകൂട്ടി വാരിയാണ്. ചെതൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അടിച്ചാരലും തുടക്കലൊക്കെ ഒരുമിച്ചട് കഴിക്കും കേട്ടോ. നമ്മൾ ഇതേപോലെ പൊടിയൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒന്നരാടം കൂടുമ്പോഴൊക്കെയാണ് കേട്ടോ തുടക്കാറുള്ളത്. അടിച്ചാരൽ ഡെയിലി ചെയ്തു പോകും കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവട്ടെ എത്രത്തോളം ചെതൽ വീണിട്ടുണ്ട് എന്നുള്ളത്. ഇത് നമ്മൾ പിന്നെ തട്ടിയാലും ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും വീണ്ടും ഉണ്ടാവും കേട്ടോ. അങ്ങനെ മൊത്തം ഒന്ന് അടിച്ചുകൂട്ടി വാരിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ചൂലിനോട് അടിച്ചാരിനേക്കാൾ കൂടുതൽ എനിക്ക് ഏറ്റവും എന്താ പറയുക ഇഷ്ടമുള്ളതും അടിച്ചാരാൻ ഈസി ആയിട്ടുള്ളതും ഇതുപോലത്തെ പട്ടച്ചൂലാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പട്ടച്ചൂലൊക്കെ ഒന്ന് അടിച്ചാരി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അടിച്ചാരലൊക്കെ കഴിഞ്ഞ് തുടച്ചിട്ടതിന് ശേഷമാണ് മുറ്റത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. രാവിലത്തെ കുക്കിങ്ങും പരിപാടിയൊക്കെ നിൽക്കുമ്പോൾ എന്തായാലും മുറ്റടിക്കാൻ കുറച്ച് നേരം പോകും കേട്ടോ. ഇപ്പോൾ 9:30 ആയിട്ടുണ്ട് കേട്ടോ. 9:30 ആയപ്പോഴേക്ക് എൻ്റെ ഉച്ചയത്തുള്ള ഫുഡും രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ള കുക്കിങ് ഞാൻ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. എന്നാലും ഒരു 9:30 ആകുമ്പോഴേക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ മുറ്റടിച്ചാരലും കഴിഞ്ഞ് തിരുമ്പലും കുളിയും കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ജോലി കഴിയും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.